Hello guys, this is Sony this is Sujit and welcome to our channel Sony Sujit. Sujit. ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന വളരെ സന്തോഷത്തോടെ ഉള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ യൂട്യൂബിന്റെ ഒരു ഇവന്റിന് വിളിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ. അപ്പൊ നമ്മൾ ബാംഗ്ലൂരായിരുന്നു ഇവന്റ്. നമ്മൾ അതിന് പോയിട്ട് വന്നു. അപ്പൊ നമ്മുടെ ആദ്യത്തെ ഇവന്റ് ആയിരുന്നു ബാംഗ്ലൂർ ഈ ഒരു ഇവന്റ്. അപ്പൊ നമ്മൾ എന്തായാലും മിസ്സാക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഇവിടുന്ന് 2 ദിവസം മുന്നേ നമ്മൾ പോയി. അവിടെ കുറെ പേരെ പരിചയപ്പെട്ടു ഇവന്റിന്. പിന്നെ അവിടെ കുറച്ച് ബാംഗ്ലൂരൊക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഈവന്റിൽ കുറെ ആൾക്കാരെ മീറ്റ് ചെയ്യാൻ പറ്റി, കുറെ കണക്ഷൻസ് കിട്ടി, കുറെ യൂട്യൂബിന്റെ ആൾക്കാരെ പരിചയപ്പെട്ടു, ഗൂഗിൾ ഓഫീസ് കാണാൻ പറ്റി. അപ്പൊ നമുക്ക് നല്ലൊരു അച്ചീവ്മെന്റ് പോലെ നമ്മളിത് കാണുന്നത്. കാരണം യൂട്യൂബിൽ നിന്ന് ഒരു ഇൻവൈറ്റ് കിട്ടുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. നമുക്ക് അക്കോമഡേഷനും സ്റ്റേ ഒന്നും കിട്ടിയില്ല, പക്ഷേ ചിലവൊക്കെ നമ്മുടെ തന്നെയായിരുന്നു. അവിടെ പോയിട്ടുള്ള നമുക്ക് ഫുഡ് മാത്രം അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള ചിലവ് നമ്മൾ എടുത്തിട്ടാണ് സ്വന്തം ഇതിലാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അത് നമുക്കൊരു സന്തോഷമില്ല. ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഇവന്റിന് നമ്മൾ വിളിക്കുമ്പോൾ നമ്മളത് മിസ്സാക്കാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ട് പോയതാണ്. ആദ്യം പോകുന്നില്ല വിചാരിച്ചു, പിന്നെ പോയി. ഋതിക്കുട്ടീനെ കൊണ്ടുപോയില്ല, കിഡ്സിനൊന്നും അലൗ ചെയ്യില്ലായിരുന്നു. അപ്പൊ നമ്മളെ മാത്രമായിരുന്നു പോയിട്ടുണ്ടായിരുന്നു. അത് മാത്രമേ ഞങ്ങളുടെ ഉണ്ടായിരുന്ന ഒരു സങ്കടം. എന്ന് വെച്ചാൽ നമുക്ക് ഋതിക്കുട്ടിനെ കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളൊരു സങ്കടം ഉണ്ടായിരുന്നു. പക്ഷെ അവള് ഓക്കെ ആയിരുന്നു. വീട്ടിൽ കൊണ്ടുപോയി അമ്മയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവരുടെ കൂടെ ആയിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണണ്ടേ? അതെല്ലാം നമ്മള് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതെല്ലാം കണ്ടിട്ട് വരിക. കൂടെ ടാറ്റ പോകണം കേട്ടോ. ഋതിക്കുട്ടി കരയാതിരിക്കോ? ആരുടെ കൂടെ ഇരിക്കും? മാമ കൂടെ, അപ്പപ്പ കൂടെ, അമ്മമ്മ കൂടെ ഇരിക്കണം കേട്ടടാ. കരയാൻ പാടില്ലാട്ടാ. അമ്മ വരുമ്പോ കൊറേ മുട്ടായി വാങ്ങിച്ചിട്ട് വരാം, കൊറേ ഡ്രസ്സ് വാങ്ങിട്ട് വരാം ഉണ്ണിക്ക് കേട്ടാ. വേറെന്ത് വേണം ബാക്കി? ശരി, വേറെ അമ്മ വരുമ്പോ എന്ത് കൊണ്ടുവരണം? മഞ്ച് വേണം, കളിപ്പാട്ടം വാങ്ങിച്ചിട്ട് വരാം കേട്ടാ. നിറയെ വാങ്ങിച്ചിട്ട് വരാം കേട്ടടാ. കരയാണ്ടിരിക്കണം കേട്ടാ. രാത്രി 11:30 പാലക്കാട് വണ്ടി കയറിയത്. കൊച്ചുവേളി മൈസൂർ എക്സ്പ്രസ് ആയിരുന്നു. അതെ. ഇവിടെ ഒരു 8-8:15 ആകുമ്പോഴത്തേനും എത്തി. നാളെയാണ് ഈവന്റ്. നാളെ റൂമിൽ പോയി സ്റ്റേ അടിക്കണം, കുറച്ച് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലൊക്കെ പോകണം. ഇതാണ് ഞങ്ങളുടെ പ്ലാൻ. കുറച്ച് ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്യണം. അതെ, കുറച്ച് ഫുഡ് മറ്റേ രാമേശ്വരം ഇഡ്ഡലി എന്ന് പറഞ്ഞിട്ട് ഫേമസ് ആണെന്ന് കേട്ടു. അവിടെ ആദ്യം പോയി കഴിക്കണം. പിന്നെ മേഘ്ന ബിരിയാണി. അതെ, കുറച്ച് പ്ലാൻ ഉണ്ട്. അപ്പൊ അത് എക്സിക്യൂട്ട് ചെയ്യാമെന്ന് കൂടി വിചാരിച്ചിരിക്കുകയാണ്. റെയിൽവേ സ്റ്റേഷനിലെ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് കാരണം നമുക്ക് സംസാരിച്ചത് മൈക്കിൽ കിട്ടിയില്ലായിരുന്നു. പുറത്തുള്ളൊരു ടീ ഷോപ്പിൽ നിന്ന് നമ്മൾ ചായ കുടിച്ചിട്ടാണ് നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തത്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മെട്രോയിലേക്ക് ഒരു കണക്ഷൻ ബ്രിഡ്ജ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മെട്രോയിൽ എത്താൻ പറ്റുമായിരുന്നു. അപ്പോൾ നേരെ മെട്രോ സ്റ്റേഷനിലോട്ട് പോയി. ഈ ബാംഗ്ലൂരിലെ ട്രാഫിക്കിന് മെട്രോ തന്നെയാണ് ബെസ്റ്റ് ട്രാൻസ്പോർട്ടേഷൻ മെത്തേഡ്. എവിടെയൊക്കെ മെട്രോ ഉണ്ടോ അവിടേക്കൊക്കെ മെട്രോയിൽ മാക്സിമം ട്രാവൽ ചെയ്യുന്നതായിരിക്കും ബെസ്റ്റ്. ഓരോ 5 മിനിറ്റ്സും ട്രെയിൻ വരാറുണ്ട്. അപ്പോൾ നമ്മളുടെ ട്രെയിൻ എത്തി. ഗ്രീൻ കളർ ട്രെയിനാണ് നമ്മളുടെ. ഇന്ദിരാനഗറിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. മെട്രോ സ്റ്റേഷൻ അടുത്ത് തന്നെയാണ് രാമേശ്വരം കഫേ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകാനുള്ള പരിപാടിയിലാണ്. ഇതാണ് ഇന്ദിരാനഗറിലുള്ള ഫേമസ് രാമേശ്വരം കഫേ. കാലത്തേനെ നല്ല തിരക്കുണ്ട്. അതിനകത്ത് കയറി നോക്കുന്ന സമയത്ത് ഇരിക്കാനുള്ള സീറ്റൊന്നുമില്ല, നിന്ന് കഴിക്കണം. പക്ഷേ സ്റ്റിൽ നല്ല ഫുഡായിരുന്നു കേട്ടോ. കൗണ്ടറിൽ തന്നെ അവർ സാമ്പിൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സെലക്ട് ചെയ്യാനൊക്കെ എളുപ്പമായിരുന്നു. പ്രൈസും അഫോർഡബിൾ ആയിരുന്നു കേട്ടോ. വലിയ റേറ്റ് ഒന്നും ഇല്ല. നമ്മൾ നോർമൽ ഒരു വെജ് ഹോട്ടലിൽ പോയി കഴിക്കുന്ന അതേ റേറ്റ് തന്നെയാണ് ഇവിടെ ഉള്ളത്. ഞങ്ങൾ ഓർഡർ ചെയ്തത് ഗീ പൊടി ഇഡ്ഡലി, ഓപ്പൺ ബട്ടർ മസാല ദോശ, ദെൻ ഗീ പുഡു എന്ന് പറഞ്ഞിട്ടൊരു സാധനം കണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ 3 പൊടി ഇഡ്ഡലി ഒഴികെ ബാക്കി 2 എക്സലൻ്റ് ആയിരുന്നു. പൊടി ഇഡ്ഡലി മോശമെന്നല്ല, പക്ഷേ വാവ് ഒന്നും ആയിരുന്നില്ല. നിറയെ ബട്ടർ യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആൻഡ് മെൽറ്റ് ചെയ്ത് പോകുന്ന പോലെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇതൊക്കെ നമുക്ക് വെറുതെ കഴിക്കാൻ പറ്റും. അതിൽ കൂടെ തന്നിരിക്കുന്ന ആ ചട്നിയും ചമ്മന്തി അതിൻ്റെ ഒന്നും ആവശ്യമേ ഇല്ല. വെറുതെ കഴിക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റാണ്. കാരണം അതിന് മേലെ കുറേ പൊടി, അവരുടെ ആ സ്പെഷ്യൽ പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റായിരുന്നു. ബാംഗ്ലൂർ പോകുന്നവർ എന്തായാലും മസ്റ്റായിട്ട് പോകേണ്ട ഒരു സ്ഥലമാണ്. നമുക്ക് നല്ല ചീപ്പ് റേറ്റിൽ നല്ല ഫുഡ് കിട്ടുന്ന പ്ലേസ് ആണല്ലോ. അതുകൊണ്ട് എന്തായാലും ഇവിടുന്ന് ഒന്ന് ട്രൈ ചെയ്യണം. ഇത് നല്ലതായിരുന്നു, പക്ഷെ അത്രയ്ക്ക് നല്ലതൊന്നും ആയിരുന്നില്ല. നോർമൽ ഒരു ടേസ്റ്റൊക്കെ തന്നെയായിരുന്നു. പക്ഷെ മറ്റേത് 2 പൊളിയായിരുന്നു. ഇതെന്താ ഉണ്ണിയപ്പമല്ല, പനിയാരം എന്നൊക്കെ പറയില്ലേ, അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് പോലെ തോന്നി നമുക്ക്.
മാവിന് നമ്മൾ ഉണ്ണിയപ്പത്തിൻ്റെ കല്ലിൽ ഒഴിച്ചിട്ടുണ്ടാക്കുന്നില്ലേ, ആ ഒരു അതിൻ്റെയൊക്കെ ടേസ്റ്റ് പോലെയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ നല്ലതായിരുന്നു, ചൂടോടെയാണ് കൊണ്ടുവന്നത്, സൂപ്പറായിരുന്നു. ഭക്ഷണത്തിന് മുന്നും ശേഷവും നമ്മൾ കോഫി ടീ ഒന്നും കുടിക്കാൻ പാടില്ല. പക്ഷെ നമ്മൾ 2 കോഫി കൂടെ കുടിച്ചിട്ടായിരുന്നു ഫുഡ് അവസാനിപ്പിച്ചത്. ഹോട്ടലിൻ്റെ അവിടെ വെയിറ്റിംഗ് ആണ്. 12 മണിക്കായിരുന്നു ചെക്ക് ഇൻ. നമ്മൾ 10 മണിയാകുമ്പോഴേക്കും എത്തി. ട്രെയിൻ നേരത്തെ പറഞ്ഞതിനേക്കാളും നേരത്തെ എത്തി. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് ഇവിടെ എത്തുമ്പോഴേക്കും കുറച്ചും കൂടെ നേരത്തെ ആയിപ്പോയി. നമ്മളൊരു 11 മണിക്കൊക്കെ എത്തുന്ന പോലെ എക്സ്പെക്റ്റ് ചെയ്തത്. പക്ഷെ ഇവിടെ വന്ന് പോസ്റ്റാണ്. റൂം റെഡിയാക്കി തരാമെന്നൊക്കെ പറഞ്ഞു. ഫുഡ് കഴിച്ചിട്ട് വന്നതാണ്. ഉണ്ടാവും 2 പോസ്റ്റാണ്. 2 വീക്കാണ്. കുഴപ്പമില്ല കേട്ടോ. 3 സ്റ്റാർ ഹോട്ടലാണ്. അപ്പോൾ ഇതാണ് നമ്മൾ എടുത്തിട്ടുള്ള റൂം. ഇന്ദ്രനഗർ എന്ന് പറയുന്ന സ്ഥലത്താണ് റൂം എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് മെട്രോ ആക്സസിബിലിറ്റി അടുത്താണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഈ ഒരു ലൊക്കേഷൻ ചൂസ് ചെയ്ത്. ഈ ഒരു റേറ്റിന് നല്ലൊരു റൂമാണ് കിട്ടിയിട്ടുള്ളത്. നമുക്ക് 1800 രൂപയാണ് ആയിട്ടുള്ളത്. കുഴപ്പമില്ല, നല്ല റൂമാണ്. കെറ്റിലുണ്ട്, ഇതൊരു കബോർഡ് ഉണ്ട്. ഇവിടെ ഒരു റൂമെത്തി ഒന്ന് ഫ്രഷൊക്കെ ആയിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ലഞ്ച് കഴിക്കാൻ വേണ്ടി ഇറങ്ങി. റൂമിൽ നിന്ന് തൊട്ടടുത്ത് തന്നെയായിരുന്നു, 300 മീറ്ററൊക്കെ ഡിസ്റ്റൻസിലായിരുന്നു ഈ കട ഉണ്ടായിരുന്നത്. ഇതാണ് ഇവിടുത്തെ സ്പെഷ്യൽ മേഘന ബിരിയാണി. അപ്പോൾ നമ്മൾ ഇവിടുത്തെ വേറൊരു സ്പെഷ്യൽ, നമ്മൾ കുറേ സ്പെഷ്യൽ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരു ബിരിയാണി സ്പെഷ്യലായിട്ടുള്ളൊരു പ്ലേസിലാണ് നമ്മളുള്ളത്. മേഘന ബിരിയാണി ഓവർ പ്രൈസ്ഡ് ആണ്. നമ്മുടെ നാട്ടിലൊക്കെ ഒരു 160, 190 ഒക്കെ ആയിരിക്കും ബിരിയാണിക്കൊക്കെ റേറ്റ് വരുന്നത്. ഇവിടെ ഒരു 360 ഒരു ബിരിയാണിക്കുള്ളത്. നമുക്ക് നോക്കാം കുറേ ഓവർ പ്രൈസ്ഡ് ആണോ, അതിനുള്ള വർത്ത് ഉണ്ടോ എന്നൊക്കെ നമുക്ക് റിവ്യൂ ചെയ്ത് നമുക്ക് പറയാം. കാണാനൊക്കെ പൊളിയായിരുന്നു, പ്രസൻറ്റേഷനും എല്ലാം നല്ലതായിരുന്നു. പക്ഷേ അത് കഴിക്കാൻ അത്ര നല്ലതായിരുന്നില്ല. കാരണം റൈസിൽ എന്തോ ഒരു സാധനം, ഒരു മുളകിൻ്റെ ഒരു സാധനം മിക്സ് ചെയ്തിട്ട് കൊണ്ടുവന്ന ഒരു ടേസ്റ്റ് മാത്രമായിരുന്നു അതിനുണ്ടായിരുന്നത്. പക്ഷേ ചിക്കൻ നല്ലതായിരുന്നു, നല്ല സോഫ്റ്റ് ജ്യൂസി ചിക്കനായിരുന്നു. ഇൻസ്റ്റഗ്രാമിനെയും യൂട്യൂബിനെയും വിശ്വസിച്ച് പോയി ഫുഡ് കഴിക്കാനിരുന്ന് ഇങ്ങനെ ഇരിക്കും. നല്ല എരിവും ഉണ്ടായിരുന്നു, കാരണം ഒട്ടും കൊള്ളില്ല. പിന്നെ എന്തോ ഭാഗ്യത്തിന് നമ്മൾ ഒരു ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു, 2 പേർക്ക് കഴിക്കേണ്ട ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. ഞങ്ങളുടെ അഭിപ്രായത്തിൽ അത് മോശം ബിരിയാണി തന്നെയായിരുന്നു. ഞങ്ങൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം ചിക്കൻ മാർക്കറ്റിലോട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷമായിരുന്നു കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അവിടെ ഭയങ്കര ട്രാഫിക് ബ്ലോക്കായിരുന്നു നൈറ്റ് ഉണ്ടായിരുന്നത്. 1 കിലോമീറ്റർ നമുക്ക് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് 10-15 മിനിറ്റൊക്കെ ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഓട്ടോയിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടെ എന്തെങ്കിലും കിട്ടുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ നോക്കിക്കൊണ്ട് നടന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് കണ്ടതായിരുന്നു ഇത് 350 രൂപയ്ക്ക് റെഡിമെയ്ഡ് ബ്ലൗസൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ തിരഞ്ഞ് കണ്ടുപിടിച്ച് നല്ല ക്വാളിറ്റി ഉള്ളത് എടുക്കണം. പിന്നെ നമ്മൾ അവിടെ നിന്ന് തിരിച്ച് വന്നത് നടന്നിട്ടായിരുന്നു. കാരണം കണ്ടോ, ബ്ലോക്കാണ്, കുറേ നേരം ഇവിടെ തന്നെ നിൽക്കണം. 1 കിലോമീറ്റർ നമുക്ക് നടക്കാനുണ്ടായിരുന്നു മെട്രോയിലേക്ക് പോകാനായിട്ട്. അതുകൊണ്ട് നമ്മൾ നടന്നു. പിന്നെ പോകുന്ന വഴിക്കൊരു മോമോ കട കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഒരു പാക്കറ്റ് മോമോസും വാങ്ങിച്ചിട്ടായിരുന്നു നമ്മൾ റൂമിലോട്ട് പോയിട്ടുണ്ടായിരുന്നത്. കൊമേഴ്ഷ്യൽ മാർക്കറ്റിൽ പോയി. അവിടെ കൊമേഴ്ഷ്യൽ മാർക്കറ്റ് അവിടെ കയറി പിന്നെ കുറേ നടന്ന് അവിടെ കാലൊക്കെ വയ്യാണ്ട് ക്ഷീണിച്ച് വന്നതാണ്. അപ്പോൾ വരുമ്പോൾ തന്നെ നമ്മൾ മൈക്കിലാണ്ട് കേൾക്കും. എന്നാൽ നമ്മളിപ്പോൾ ഡിന്നർ അപ്പോൾ ലൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു മോമോസ് വാങ്ങിച്ചു സ്ട്രീറ്റിൽ നിന്നാണ്. പിന്നെ ഒരു ബർഗർ. നീ കഴിച്ചിട്ടുണ്ടോ ബർഗർ? ഞാൻ ആ ബർഗർ കഴിച്ചിട്ടില്ല. അപ്പോൾ ബർഗർ ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട് ബർഗർ വാങ്ങിച്ചിട്ടുണ്ട്. ഇതാണ് അപ്പോൾ നമ്മുടെ ഡിന്നർ. 2 സ്ട്രീറ്റിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്, ചിക്പേട്ടും പിന്നെ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റും. കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് എന്ന് പറയുമ്പോൾ അവിടെ നല്ല വിലക്കുറവൊന്നുമില്ല, നല്ല വിലയുണ്ട്. നമ്മൾ വിചാരിക്കണ പോലെ അങ്ങനെ നല്ല റേറ്റ് ഉണ്ടായിരുന്നു. പിന്നെ അവിടെ പോകാണ്ടിരിക്കണായിരിക്കും നല്ലത്. അതിനേക്കാളും ബെറ്ററായി തോന്നിയത് ചിക്പേട്ടിലായിരുന്നു. അവിടെ കുറച്ചും കൂടെ റീസണബിൾ ആയിട്ടുള്ള റേറ്റ് ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഹോൾസെയിലേഴ്സ് ആയിരുന്നു ചിക്പേട്ടിൽ. മൊത്തത്തില് ഭയങ്കരമായിട്ട് നല്ല വിലക്കുറവിൽ എല്ലാ സാധനവും കിട്ടുന്നുണ്ട്. ഡ്രസ്സാണെങ്കിലും റീറ്റെയിൽ പ്രൈസിൽ തരുന്നുണ്ട്. നമ്മൾ അവിടെ പോയിട്ടെല്ലാം നോക്കിയിട്ട് ഇവിടെ വിലക്കുറവായിരിക്കും, കൊമേഴ്ഷ്യൽ മാർക്കറ്റിൽ വിലക്കുറവായിരിക്കും എന്ന് വിചാരിച്ചിട്ട് അവിടെ നിന്നൊന്നും വാങ്ങിക്കാതെ ഇങ്ങോട്ട് വന്നു. ഇവിടെ വന്ന് നോക്കുമ്പോഴാണ് അത് ഫുള്ള് നല്ല വിലയാണ്. പിന്നെ ഒന്നും വാങ്ങിക്കാണ്ട് ക്വാളിറ്റി ഹൈ ആണെന്നൊന്നും തോന്നിയില്ല, പക്ഷെ റേറ്റ് നല്ല ഹൈ ആയിരുന്നു. അതെ. എന്നിട്ടിപ്പോ 9:30 വിശക്കുന്നുണ്ടായിരുന്നില്ല,
പക്ഷെ ഞങ്ങൾക്ക് ഹോട്ടലിൽ കയറാൻ വയ്യ, നടന്ന് പ്രാന്തായി. അപ്പൊ നമുക്ക് ഇത് കഴിക്കാം അല്ലേ? ചൂട് ചെറിയ ചൂടുണ്ട്, ചൂടുണ്ടോ? ചെറിയ ചൂടുണ്ട്. അതെ, നല്ല ട്രാഫിക് ആയിരുന്നു. നമ്മള് അവിടെ നിന്ന് വാങ്ങിക്കാൻ നിൽക്കുമ്പോ എത്രയായിരുന്നു സമയം? 8:30 ആയിരുന്നു. ഇപ്പൊ 9 ഇവിടെ എത്തുമ്പോഴത്തേക്ക് നല്ല ട്രാഫിക് ആയിരുന്നു. പിന്നെ ഓട്ടോയിലൊന്നും വന്നില്ല. ഓട്ടോയിലൊക്കെ കയറി വന്നാൽ അവിടെ ട്രാഫിക്കിൽ പെട്ട് കിടക്കും. അപ്പൊ പിന്നെ നടന്നാണ് മെട്രോന്റെ അതുവരെയൊക്കെ എത്തിയത്. പിന്നെ അങ്ങനെ വന്നു. സ്ട്രീറ്റിലാണ്. 70 രൂപയുള്ളൂ, പക്ഷെ നല്ല ക്വാളിറ്റി ഉണ്ട്. 70 രൂപയുള്ളൂ, 8 പീസ് കിട്ടി. 8 പൈസ കിട്ടി, ശരിയാ. മോഹൻ മീലൊക്കെ പോയി കഴിഞ്ഞാൽ 200 രൂപ കൊടുക്കണം. ലുലുലൊക്കെ പോകുമ്പോ മാത്രല്ല നമ്മുടെ അവിടത്തേക്ക് കടയില് വിലയുണ്ട്. 6 പീസേ ഉള്ളൂ. 6 പീസിന് 200. കൊള്ളാം ഇതിന്റെ അല്ലേ? നൈസ്. ഇനി ബർഗർ കഴിച്ചിട്ട് കിടക്കട്ടെ. നാളെ കാലത്ത് നേരത്തെ ഹോട്ടലിൽ ഫ്രീ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. ബുക്ക് ചെയ്യുമ്പോൾ അത് നോക്കി ബുക്ക് ചെയ്താൽ കാലത്ത് പോയി കഴിക്കാൻ വയ്യ. അതെ അതെ. വിശന്നിട്ടാണ്, എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ട്. കുഴപ്പമില്ല, നല്ല. ഇതെന്താ? ക്രിസ്പി ചിക്കൻ ബർഗർ. ശരി, അപ്പൊ ബാക്കി നമുക്ക് നാളത്തെ വീഡിയോയിൽ കാണാം. ബൈ. Thank you.